ഹലോ ഗേയ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. ആദ്യമായി അതിനാവശ്യമായ സാധനങ്ങളാണ്: ഒരു പിടി കൊച്ചുള്ളി, മീഡിയം സൈസുള്ള 4 സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തുടങ്ങിയവയാണ്. പിന്നെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ചുവന്ന് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചുവന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്ത് ചുവന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്ത് കൊടുത്ത് ചുവന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉള്ളി നന്നായി ചുവന്ന് വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ പച്ചമുളക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരുവിധം വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വേണം ഇളക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും നന്നായി വഴണ്ട് വരുമ്പോൾ വീഡിയോയിൽ കാണുന്ന പരുവമാകും. ഈ പരുവമാകുമ്പോൾ 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. മുളക് പൊടിയുടെയും മസാലകളും മാറി വരുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് 5 വിസിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ പരുവമാകുമ്പോൾ 500 ml ഒരു കപ്പിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഇളക്കി കറിവേപ്പില ചേർത്ത് അടച്ചു വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ബീഫ് കറി റെഡിയാവും.
കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.